Welcome Prasad to Orards Founders Chit Chat program. Thank you, Jose. So, പത്മനാഭന്റെ മണ്ണിൽ ജനനം, 19 കൊല്ലത്തെ ഡിസൈൻ എക്സ്പീരിയൻസ്. അതെ. ഒറാഡ്സിന്റെ കോ ഫൗണ്ടർ കൂടിയാണ്. സോ നമുക്ക് പ്രസാദിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. സോ എന്താണ് ഒറാഡ്സിന്റെ സർവീസസ്? ഒറാഡ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. 1 ഇയർ ബിഫോർ നമ്മളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു. ട്രിവാൻഡ്രം ആണ് ലൊക്കേറ്റഡ് ആയിട്ട് വരുന്നത്. ഒറാഡ്സിന്റെ മെയിൻ സർവീസസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ കമ്പനിക്ക് വേണ്ട ബ്രൗഷേഴ്സ്, ഫ്ലയേഴ്സ്, ലെറ്റർ ഹെഡ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും അതെല്ലാം ഒരു പ്രിന്റബിൾ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ ഡിസൈൻ ചെയ്യുമോ അതെല്ലാം നമ്മൾ ഒറാഡ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ വെബ് ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ്, പിന്നെ പോഡ്കാസ്റ്റ്. നമ്മൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആരെങ്കിലും സ്വന്തമായിട്ടൊരു ചെറിയ പരിപാടി തുടങ്ങിയാൽ ഒറാഡ്സിനെ അപ്രോച്ച് ചെയ്താൽ മതി? തീർച്ചയായും. ഒരു എന്റർപ്രണർ എന്ന രീതിയിൽ ഞാൻ മറ്റുള്ള എന്റർപ്രണേഴ്സിനെ സഹായിക്കാൻ വേണ്ടി കൂടെയാണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ശരി. ഇപ്പൊ ഈ ഒറാഡ്സ് തുടങ്ങുന്ന സമയത്ത് താങ്കൾ ഫേസ് ചെയ്ത മെയിൻ ചലഞ്ച് എന്താണ്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇതിൽ ഒരു എന്റർപ്രണർ എന്ന രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ചെയ്യുമ്പോൾ ഒരുപാട് ചലഞ്ചേഴ്സ് ഉണ്ട്. അതിലൊരു മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഫേസ് ചെയ്തത് ക്ലയന്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു കമ്പനി ഒറാഡ്സ് എന്ന സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മുതൽക്കൂട്ടായിട്ടുള്ളത്, എന്നിലുണ്ടായിരുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒട്ടുമിക്ക ഫ്രണ്ട് സർക്കിളിലും ഒരു പബ്ലിസിറ്റി നടത്തി. ഞാൻ ഇങ്ങനെ ഒരു സംരംഭം നടത്തുവാണെന്നുള്ളത് പബ്ലിസിറ്റി കൊടുത്തു. പിന്നെ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ഇങ്ങനെ ഒരു സംരംഭം പിന്നെ ഒരു ക്ലയന്റുമായിട്ട് പിച്ച് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അപ്പോൾ ആ അവസരത്തിലൂടെ ഞാൻ നല്ലൊരു സ്ട്രാറ്റജി അവർക്ക് പ്രസന്റ് ചെയ്തു. ആ സ്ട്രാറ്റജിയിൽ അവർ ഇംപ്രസ്ഡ് ആയി. ആ സ്ട്രാറ്റജിയിൽ വർക്കൗട്ട് ചെയ്ത് അവർ നമുക്ക് ഒരു ടെസ്റ്റഡ് ഹൗസ് എന്ന രീതിയിൽ ഒരു പ്രോജക്റ്റ് തന്നു. ആ പ്രോജക്റ്റിൽ നമ്മൾ ടൈമിൽ, ക്വാളിറ്റിയിൽ, വിത്ത് ടൈം ഡെലിവറിയോടുകൂടി നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ താങ്കൾ പറയുന്നത് ആദ്യത്തെ ക്ലയന്റിനെ കിട്ടാനായിരുന്നു നമ്മുടെ അതായിരുന്നു നമ്മുടെ മെയിൻ ചലഞ്ച്. ഞാൻ ഫേസ് ചെയ്ത ഒരു ചലഞ്ച് അതായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. സോ എന്താണ് ഒറാഡ്സിന്റെ ഒരു USP അല്ലെങ്കിൽ ഒരു വൗ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ വൗ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്നേഴ്സിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. എക്സ്പീരിയൻസ് അറിയാലോ, എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വാല്യുബിൾ സംഭവം തന്നെയാണ്. ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ആ എക്സ്പീരിയൻസിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വൗ ഫാക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കൂടാതെ ക്വാളിറ്റി, ക്ലാരിറ്റി, ടൈമിലി ഡെലിവറിയാണ് നമ്മുടെ ഒരു USP ആയിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പാർട്ട്ണർഷിപ്പ്, അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? പാർട്ട്ണർഷിപ്പ് ഫേം എന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. മീൻസ് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ട്രസ്റ്റ് ഇല്ലാത്ത ഒരു സംരംഭം വിജയിക്കത്തില്ല. എന്ത് കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള ഒരു ട്രസ്റ്റ് അവിടെ ഒരു ബിൽഡ് ചെയ്ത് വേണം. അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വേണം. TTC, അതായത് ട്രാൻസ്പെറൻസി, ട്രസ്റ്റ്, കെമിസ്ട്രി. ഇത് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് സംരംഭവും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വിജയിക്കും. ഓക്കെ. സോ താങ്കൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് താങ്കൾ ഒരു വർക്ക് ലൈഫ് ബാലൻസ് മാനേജ് ചെയ്യുന്നത്? വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അറിയാലോ, ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ, ഒരു സംരംഭകൻ എന്ന രീതിയിൽ വർക്ക് ലൈഫ് ബാലൻസ് ഇത്തിരി പാടാണ്. ഫാമിലിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന അവേഴ്സ് കുറവായിരിക്കും. ഒരു കാര്യം ഞാൻ ചെയ്യാറുള്ളത്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റാർട്ടപ്പാണ്, ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ്, ഇത് വളർത്തിക്കൊണ്ട് വരേണ്ടത് പോലെയാണ് ഇത് ചെയ്യേണ്ടത്, അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അവരും അതിൽ ഇപ്പം ആ ഒരു ഗ്രൂവിൽ വീണിട്ടുണ്ട്. പിന്നെ എൻ്റെ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ അവരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ട്. അവരുമായിട്ട് പുറത്ത് പോയി സിനിമയ്ക്ക് പോകാറുണ്ട്. ഇപ്പം കുട്ടികളുമായിട്ട് ഔട്ടിങ്ങിന് എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ മാക്സിമം ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട്. താങ്കൾക്ക് ഒരു വൈഫ്, 2 പിള്ളേർ? ഒരു വൈഫും 2 പിള്ളേരും. അതെ. ഓക്കെ. സോ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ടെന്നാണ് പറയുന്നത്. അതെ. സോ നമ്മുടെ ഈ ഒറാഡ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ
എഐയുടെ ഇമ്പാക്ട് എന്താ? അറിയാലോ, ഇപ്പം എവരിവെയർ എ ആണ്. എ ഇല്ലാത്ത ഒരു മേഖലയും ഇപ്പോൾ ഇല്ല. എയുടെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതുപോലെ നമ്മളിലും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമ്പാക്റ്റിന്റെ ഭാഗമായിട്ട് ക്ലയന്റ് വരുന്നതനുസരിച്ച് റിക്വയർമെന്റ് വരുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു ക്ലയന്റ് വന്നിട്ട് പറയുകയാണ്, എനിക്കിപ്പോൾ ഒരു വീഡിയോ, എനിക്ക് വീഡിയോ ചെയ്തു തരണം, എനിക്ക് അതാണ് റിക്വയർമെന്റ്, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് എന്ന രീതിയിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ എംപ്ലോയീസിനെ അത് ട്രെയിൻ ചെയ്യിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോയും ഡിസൈനും പ്രോംപ്റ്റ് ചെയ്യിപ്പിക്കാനും നമ്മളെല്ലാം ആ ഒരു രീതിയിലാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എയുടെ ഇമ്പാക്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് അതിൽ ആണ് ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ താങ്കൾ പറയുന്നത് നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്ന പോലെ എക്സാക്ട്ലി കറക്റ്റ്. നമ്മൾ എ ഇമ്പാക്ട് ഉണ്ട്, പക്ഷെ ആ എ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അതെ അതെ, കാരണം ടെക്നോളജി ആണല്ലോ ഇപ്പോൾ എല്ലാം. ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ ഗ്രോ ചെയ്യണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉള്ളൂ. സോ ഹൗ ഡു യു സീ യുവർ സെൽഫ് 5 years from now? അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ താങ്കളുടെ ബിസിനസ് എവിടെ എത്തും എന്നാണ് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു സംരംഭകൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാലോ, അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുവാൻ തന്നെയായിരിക്കും അതിന്റെ ആഗ്രഹവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ആഗ്രഹവും, ഞാനൊരു 5 years കഴിയുമ്പോൾ എൻ്റെ കമ്പനി ഒറാഡ്സ് എന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വേൾഡ് വൈഡ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ആയിട്ട് അറിയപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ടീം, ഒരു ഹ്യൂജ് സൈസ് ഓഫ് ടീം ബിൽഡ് ചെയ്ത് ആ ടീമിനെ ഗ്ലോബൽ ലെവലിൽ ട്രെയിൻ ചെയ്ത് ആ കമ്പനിയുടെ ഭാഗമാക്കാൻ തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ആൾക്കാർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒറാഡ്സ് എന്നുള്ള സാധനം മനസ്സിലോട്ട് വരണം. എക്സാക്ട്ലി കറക്റ്റ്, അതെ. ഓക്കെ, വെരി ഗുഡ്. സോ ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ താങ്കളുടെ ഒരു 2 വീക്ക്നെസ് പറയോ? ബിസിനസ്സിൽ എന്ന രീതിയിൽ എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്താ പറയാ, ഞാൻ ഒരു നോ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലായിടത്തും ആയിരുന്നു. ബട്ട് ഒരു ബിസിനസ്സിൽ എൻ്റർ ചെയ്ത ശേഷം നോ എന്നുള്ളൊരു വാക്ക് പറയാൻ ഇപ്പൊ പറ്റുന്നുണ്ട്. ചില സ്ഥലത്ത് യെസ് പറയുന്നിടത്ത് യെസ് പറയുന്നുണ്ട്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോ പറയേണ്ട അടുത്ത് നോ തന്നെ പറയണം. അത് ഞാൻ എൻ്റെ പാർട്ണർ എന്നെ പഠിപ്പിച്ചൊരു പാഠം തന്നെയാണത്. അത് നോ പറയേണ്ട അടുത്ത് നോ തന്നെ പറയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ താങ്കൾ ഒരു ഗുഡ് ടീം എന്ന് പറയുമ്പോൾ താങ്കൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന ടീമിൽ നിന്ന്? ഗുഡ് ടീം എന്ന് പറയുമ്പോൾ അതായത് ഒരു കമ്പനിയിൽ ഒരു ഗുഡ് ടീമിനെ കെട്ടിപ്പടുക്കാൻ ഭയങ്കര പാടാണ്. അത് ശരിക്കും പറഞ്ഞാൽ കമ്പനിയും ആ ഒരു ടീമായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. നമുക്ക് നമ്മുടെ പ്രോബ്ലം ഇൻ ദ സെൻസ് കമ്പനിയുടെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതോ ഇൻ കേസ് അവരുടെ എന്ത് പ്രശ്നങ്ങൾ, അതായത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളായിരുന്നാലും നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. അത് ഓപ്പണായിട്ട് പറയാനും ക്വാളിറ്റിയോടുകൂടി ഡെലിവറി ചെയ്യാനും ക്വാളിറ്റിയോടുകൂടി വർക്ക് പ്രൊഡക്റ്റീവ് ആക്കാനും ഉള്ളൊരു സ്പേസ് നമ്മൾ ടീമിന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടീം ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഈ വക കാര്യങ്ങളെല്ലാം അത്യാവശ്യമാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ടീം എന്ന രീതിയിൽ, ഗുഡ് ടീം എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയ ഒരാൾക്ക് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു മെയിൻ ഉപദേശം എന്താണ്? മെയിൻ ഉപദേശം, ഞാൻ അത്രത്തോളം ഒരു വലിയൊരു ബിസിനസ്മാൻ ആയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് വെച്ചാൽ, പുതുതായിട്ട് സംരംഭം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡെഡിക്കേഷൻ ഭയങ്കര വലുതാണ്, ടൈം ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര വലുതാണ്. എല്ലാം എവരിത്തിങ് നമുക്ക് എന്താ പറയാ, എല്ലാം ക്ലിയർ ആയിരിക്കാം. A to Z കാര്യങ്ങൾ, നമ്മൾ ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം ട്രാൻസ്പെറൻറ്റോട് കൂടി, ക്ലാരിറ്റിയോട് കൂടി, ഡെഡിക്കേറ്റഡോട് കൂടി, 100% ഡെഡിക്കേറ്റഡ് കൂടി അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം 24/7 നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്ന് തന്നെ നമ്മൾ വിചാരിച്ച് തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ തന്നെ ഇരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് 24/7 എപ്പോഴും ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടെന്ന് മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയത് എങ്കിൽ സക്സസ് ആയിരിക്കും. സോ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സെ തുടങ്ങാവൂ എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അതായത് മുതലാളിയായിട്ടിരുന്ന കാര്യം കയറ്റിയിരുന്ന് കാശ് മേടിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറി. ശരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് എവിടെയാണോ, എന്താണോ നമുക്കുള്ളത്, ആ എക്സ്പീരിയൻസ് തന്നെ തുടർന്ന് ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ പഠിച്ചിട്ട് തുടങ്ങുക.
അതെന്താണ് എന്നുള്ളത് A to Z സാധനങ്ങൾ പഠിച്ചിട്ട് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു ഡിസൈൻ ഫീൽഡാണ്. എനിക്കറിയാന്നുള്ളത് ഡിസൈനാണ്. ഓക്കെ, ആ ഒരു ഡിസൈൻ പാറ്റേണിന്റെ ഒരു സ്ട്രക്ചറിലാണ് ഞാൻ കമ്പനി തുടങ്ങിയിരിക്കുന്നതും അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത സാധനങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കത് പറയാൻ ഇങ്ങനെ പറ്റുന്നത്. അപ്പോൾ അറിഞ്ഞൂടാത്തൊരു കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുപോയി തലവയ്ക്കത്തില്ല. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്, നമ്മൾ പഠിക്കാതെ പോയി ഒരു ഇൻഡസ്ട്രിയിൽ തലവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും തലയും കുത്തി വീഴും. ഇത് തന്നെയാണ്. സോ താങ്കളുടെ വൈഫിനെ താങ്കൾ ഇതിന്റെ മാർക്കറ്റിങ്ങിലോട്ട് കൊണ്ടുവന്നു എന്ന് ഞാൻ കേട്ടു. അതെ. സോ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഈ പറഞ്ഞതുപോലെ എംപ്ലോയീസിനെ, നല്ലൊരു ഗുഡ് എംപ്ലോയിയെ തിരക്കി നടക്കാനുള്ളൊരു സമയത്ത് അങ്ങനെ ഒരു ആലോചനയിൽ തിങ്ക് ചെയ്യപ്പോഴാണ് എനിക്കൊരു തോട്ട് പ്രോസസ്സ് തോന്നിയത്. എന്തുകൊണ്ട് എൻ്റെ വൈഫിനെ കൂടെ എൻ്റെ പാർട്ണറല്ല ബിസിനസ്സിലോട്ട് ഉൾക്കൊള്ളിച്ചുകൂടാ, മാർക്കറ്റിങ്ങിലൂടെ കൊണ്ടുവന്നുകൂടാന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പം പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഷീ ഈസ് റെഡി ടു മൂവ്, ഞാൻ പുതിയൊരു ഇതിലോട്ട് വരാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞു. സ്വന്തം കിട്ടിയവന്റെ കമ്പനി ആകുമ്പോഴത്തേക്കിന് ഡെഡിക്കേഷൻ കൂടും, ശമ്പളം കുറവ്. അങ്ങനെ ശമ്പളം കുറവൊന്നുമില്ല, ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട്. ഫസ്റ്റ് എല്ലാ വന്നിലും ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട്, കാശ് മേടിക്കുന്നുണ്ട്. അവിടെ ഭാര്യ ഭർത്താവൊന്നുമില്ല, കാശ് തന്നെ വേണമെന്ന് പറയും. ഓക്കെ, സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ജോസ്. So there's a twist. You are my boss. No, you are my boss. Then we are our boss, co-founders of Aura Arts.